ഹലോ നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, വെറി ഫ്രീ റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. ഇന്നത്തെ ചിന്താ വിഷയം ലാപ്സ് ആയ ഒരു ലൈഫ് ഇൻഷുറൻസ് പോളിസി നമുക്ക് ആക്റ്റീവ് ആക്കാൻ സാധിക്കുമോ എന്ന്. പല സമയത്തും നമ്മുടെ ജീവിതത്തിൽ വരുന്ന പല ബുദ്ധിമുട്ടുകളിലും നമ്മൾ ആദ്യം ഒഴിവാക്കുന്നതാണ് ലൈഫ് ഇൻഷുറൻസിന്റെ പേയ്മെന്റ് എന്നുള്ളത്. നമ്മളെല്ലാവരും തെറ്റായ ധാരണയാണ് വെച്ച് പുലർത്തിയിരിക്കുന്നത് എന്നാണ് അതിന്റെ അർത്ഥം. കാരണം എന്തൊക്കെ വന്നാലും നമ്മുടെ ലൈഫിന്റെ റിസ്ക് കവറേജ് നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. അത് നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ കുടുംബത്തിന് വേണ്ടിയും കൂടിയുള്ള ഒരു ഉറപ്പാണ്. അപ്പോൾ പക്ഷേ പലരും ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ ഏറ്റവും അവസാനം മാത്രം ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. ഏറ്റവും ആദ്യം വേണ്ട കാര്യമാണെങ്കിലും എല്ലാവരും ചിന്തിക്കുന്നത് ബാക്കി എല്ലാ എക്സ്പെൻസും കഴിഞ്ഞിട്ട്, ബാക്കി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് മിച്ചം വല്ലതും ഉണ്ടെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് നോക്കാമെന്നാണ്. അത് തെറ്റായ രീതിയാണ്. പ്രത്യേകിച്ചും ഇന്ത്യക്കാരുടെ ഒരു തീരുമാനമാണ് സേവിങ്സ് എന്നുള്ളത് എല്ലാം കഴിഞ്ഞിട്ട് മിച്ചമുണ്ടെങ്കിൽ എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ ആളുകൾ കൂടുതലും ഫിനാൻഷ്യൽ സ്ട്രഗിൾ അനുഭവിക്കുന്നതും പല കാര്യങ്ങളിലും ഫിനാൻസായിട്ട് ബുദ്ധിമുട്ടുന്നതും. എന്നാൽ മറു രാജ്യത്തിലുള്ളവർക്ക് ഇൻഷുറൻസ് എന്നുള്ളത് നിർബന്ധമാണ്. അവർക്ക് കിട്ടുന്ന ഇൻകത്തിൽ നിന്ന് നിശ്ചിത തുക ഇൻഷുറൻസിലേക്ക് മാറ്റി വെച്ചേ മതിയാവൂ. അതുകൊണ്ട് തന്നെ അവർ ഇൻകത്തിൽ നിന്നും സേവ് ചെയ്തതിന് ശേഷം മിച്ചം ഉണ്ടെങ്കിൽ മാത്രം എക്സ്പെൻസ് ചെയ്യുന്ന ആൾക്കാരുമാണ്. അതുകൊണ്ട് അവർക്ക് ഒരിക്കലും ഫിനാൻഷ്യൽ സ്ട്രഗിൾ എന്നൊരു രീതി ഉണ്ടാവാറില്ല. അപ്പോൾ നമ്മൾ ഇനിയെങ്കിലും മാറി ചിന്തിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മളുടെ ഹാബിറ്റിൽ നമ്മൾ മാറ്റം വരുത്തിയില്ലെങ്കിൽ, നമ്മൾ മാത്രമല്ല നമ്മുടെ കുടുംബത്തിലുള്ളവർ കൂടെ ഫിനാൻഷ്യൽ സ്ട്രഗിൾ അനുഭവിക്കേണ്ടി വരും. അവരും വല്ലാതെ ബുദ്ധിമുട്ടേണ്ടി വരും. കുട്ടികളുടെ വിദ്യാഭ്യാസമായാലും മാരേജ് ആയാലും കുടുംബത്തിന്റെ മുന്നോട്ടുള്ള ജീവിത ചെലവുകളായാലും ഒക്കെ ബുദ്ധിമുട്ടേണ്ടി വരും. അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മൾ മാറി ചിന്തിക്കുക. നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമുക്ക് എത്ര കിട്ടുന്നു അതിൻ്റെ ഒരു നിശ്ചിത തുക സേവിങ്സിനായിട്ട് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് മാത്രം നമ്മൾ ചെലവഴിക്കാൻ ശ്രമിക്കുക. ഇനി വിഷയത്തിലേക്ക് വരാം. നമ്മൾ അങ്ങനെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഇൻഷുറൻസ് അടയ്ക്കാം എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും നമ്മളുടെ ഇൻഷുറൻസ് പോളിസികൾ മുടങ്ങിപ്പോകുന്നത്, ലാപ്സ് ആവുന്നത്. അങ്ങനെ ലാപ്സ് ആവുന്ന പോളിസികൾ നമുക്ക് വീണ്ടും പുതുക്കാൻ സാധിക്കുമോ എന്ന് പലരും ചോദിക്കാറുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും. അത് 6 മാസത്തിനുള്ളിൽ തന്നെ നമ്മൾ പുതുക്കാനാണെങ്കിൽ ശ്രമിക്കുന്നതെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നും കൂടാതെ തന്നെ നമുക്ക് 6 മാസത്തെ പ്രീമിയം അടച്ചുകൊണ്ട് ആ ഒരു പോളിസി നമുക്ക് പുതുക്കിയെടുക്കാൻ സാധിക്കും. ഇനി അത് 1 വർഷമായിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഹെൽത്ത് ഡിക്ലറേഷനൊക്കെ കൊടുക്കണം. നമ്മൾ ഹെൽത്തി ആണ് എന്നുള്ളത് ഒരു ഹെൽത്ത് ഡിക്ലറേഷനോടുകൂടി നമ്മുടെ KYC ഒക്കെ കൊടുത്ത് നമുക്കത് അതുവരെയുള്ള 1 വർഷത്തെ പ്രീമിയം ഒരുമിച്ച് അടച്ചുകൊണ്ട് നമുക്ക് പുതുക്കാൻ സാധിക്കും. ഇനി അതിലും കൂടുതൽ കാലയളവിലേക്ക് നമ്മളത് അടയ്ക്കാതെ ഇരുന്നിട്ടുണ്ട്, അത് ലാപ്സായി കിടന്നതാണ് എങ്കിൽ നമ്മൾ കൂടുതൽ മെഡിക്കൽ ചെക്കപ്പ് കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് ഒരു മെഡിക്കൽ എടുത്തുകൊണ്ട് തന്നെ നമ്മൾ ആ ഇൻഷുറൻസ് പുതുക്കേണ്ടത് ആവശ്യമായി വരും. എപ്പോഴാണോ നമ്മൾ പുതുക്കുന്നത് അപ്പം അന്ന് വരെയുള്ള പ്രീമിയം ഒരുമിച്ച് അടയ്ക്കേണ്ടതുണ്ട്. ഇത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ മിക്ക സമയങ്ങളും, കാരണം ഇത് സ്വാഭാവികമായും ഒരാളോ രണ്ടാളോ അല്ല, സ്വാഭാവികമായും സാധാരണ ജനങ്ങളെല്ലാം വീഴ്ച വരുത്തുന്നതാണ് പോളിസിയുടെ പ്രീമിയം പേയ്മെന്റ് എന്നുള്ളത് LICക്കും അറിയാവുന്നതുകൊണ്ട് LIC ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള റിന്യൂവൽ ക്യാമ്പയിൻ നടത്താറുണ്ട്. ആ ക്യാമ്പയിൻ വഴി നമ്മൾ അത് പുതുക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ പ്രീമിയത്തിൽ കുറച്ച് ഡിസ്കൗണ്ടും കിട്ടും. നമുക്ക് ഈസി ആയിട്ട് അത് പുതുക്കാനുള്ള ഓപ്ഷൻസും അവർ തരികയും ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഏതെങ്കിലും പോളിസികൾ ഇപ്പോൾ മുടങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ, ഇതുവരെയുള്ള എൻ്റെ എപ്പിസോഡുകളും വീഡിയോസും ഒക്കെ കണ്ടിട്ടുള്ളവരും എൻ്റെ കമ്മ്യൂണിറ്റിയിൽ അംഗമായിട്ടുള്ളവരോ എൻ്റെ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ ആണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ ഇൻഷുറൻസിനെ കുറിച്ചുള്ള ഏകദേശം ഒരു നോളജ് കിട്ടിയിട്ടുണ്ടാവും. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അത് ആവശ്യമാണോ അല്ലയോ എന്നുള്ളതൊക്കെ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. അപ്പോൾ ഇൻ കേസ് ആരെങ്കിലും ഇപ്പോഴും നിങ്ങളുടെ ഏതെങ്കിലും പോളിസികൾ അടയ്ക്കാതെ മുടങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ഇന്ന് തന്നെ പുതുക്കാൻ വേണ്ടത് ചെയ്യുക. അത് റിന്യൂ ചെയ്ത് എടുക്കുക. കാരണം അത് നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിനും കൂടിയുള്ള ഒരു സംരക്ഷണമാണ്. അപ്പോൾ തീർച്ചയായും ഈ എപ്പിസോഡ് നിങ്ങൾക്ക് പ്രയോജനകരമായി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു എപ്പിസോഡിൽ കാണും വരെ ടേക്ക് കെയർ. ബൈ.